ഇന്ന് മണിക്കുട്ടി ഞങ്ങളുടെ കൂടെ ഇളയപ്പൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. സാധാരണ അവൾ അങ്ങോട്ട് വരാറില്ല. ഇന്ന് പക്ഷെ അവൾക്ക് എന്തോ തോന്നി ഞങ്ങളുടെ കൂടെ പോകുന്നു. പിന്നെ ഞങ്ങൾ സ്കൂട്ടറുമ്മലാണ് പോവാറ്. ഇന്ന് മഴയായതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. പോണേങ്കാട്ടി മുന്നേ അവളെ ഞങ്ങളുടെ കോമ്പൗണ്ട് വാളിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്ന് പോണത് കണ്ടിട്ടാന്ന് തോന്നുന്നു അവൾ മതിലൊക്കെ ചാടി കടന്നിട്ട് ഞങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നിറയെ ഡോഗ്സാണ്. അപ്പോൾ അവരുടെ ടെറിട്ടറിയിലേക്ക് പുതിയൊരാൾ വന്നപ്പോൾ അവരൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കി. അപ്പോൾ മണിക്കുട്ടിക്ക് പേടിയായി. അവൾ ഈ കാർ പോർച്ചിൽ തന്നെ നിന്നു, പുറത്തേക്കൊന്നും പോവാതെ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡോഗ്സാണ്. നമ്മുടെ കുഞ്ഞുമക്കളുടെ അമ്മമാരൊക്കെ ഉണ്ട് അവിടെ. അവരുടെ അച്ഛനുണ്ട്, വേറെയും കുറേ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അവൾ ബിസ്ക്കറ്റൊക്കെ തിന്നു. പിന്നെ അവൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, പുറത്തേക്ക് തീരെ പോകുന്നില്ല. മഴയുണ്ട്, പിന്നെ മറ്റേ ഡോഗ്സൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പേടിച്ചിട്ടാന്ന് തോന്നണു. അവസാനം പിന്നെ അവൾ അകത്തേക്ക് നോക്കിയിട്ട് ആ സ്റ്റെപ്പം ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് അവൾ. പക്ഷേ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഗസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് പിന്നെ അവളെ ഉള്ളിലേക്ക് കടത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇളയപ്പൻ്റെ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് ഒരു സാധനം എടുക്കാണ്ടായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ അവളും കൂടെ പോന്നു. പിന്നെ ഞാൻ സ്കൂട്ടി പതുക്കെ ഓടിച്ചത്, അവൾ പോന്നോട്ടെ എന്ന് കരുതിയിട്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ ഉള്ള ഡോഗ്സൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കി കുരച്ച് അവളുടെ പിന്നാലെ വന്നു കേട്ടോ. പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് അവൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ആ ഡോഗ്സിനെയൊക്കെ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തത്.